നമസ്കാരം. വീണ്ടും എയറിലായിരിക്കുകയാണ് ഇ.പി. ജയരാജൻ. ഇ.പി. ജയരാജന്റെ ഒരു പ്രസ്താവന എം.ടി. രമേശ് ഉപയോഗിച്ചിരിക്കുന്നു. എന്തായാലും അതിങ്ങനെയാണ്. ഇടതുമുന്നണി കൺവീനറായി ഇ.പി. ജയരാജന്റെ ഗുഡ് സർട്ടിഫിക്കറ്റ് നോട്ടീസായി അച്ചടിച്ചിറക്കിയിരിക്കുകയാണ് ബി.ജെ.പി. സ്ഥാനാർത്ഥിയുടെ അവസാനവട്ട പ്രചാരണത്തിൽ. കോഴിക്കോട്ടെ എൻ.ഡി.എ സ്ഥാനാർത്ഥി എം.ടി. രമേശിന്റെ വോട്ടർമാർക്കുള്ള കത്തിലാണ് ഇ.പി. ജയരാജന്റെ ഈ പരാമർശം അച്ചടിച്ചിരിക്കുന്നത്. എൽ.ഡി.എഫിന് ഇത് കടുത്ത നാണക്കേടായി മാറുന്നുണ്ട്. സ്ഥാനാർത്ഥി എം.ടി. രമേശ് മികച്ചവനെന്ന് CPM നേതാവ് ഇ.പി. ജയരാജൻ പോലും സമ്മതിച്ചു എന്നാണ് നോട്ടീസിൽ അച്ചടിച്ചിരിക്കുന്നത്. ഇടതു സ്ഥാനാർത്ഥി എളമരം കരീമിനും CPM-നും ഈ പ്രസ്താവനയിൽ കടുത്ത അമർഷമുണ്ട്. പോളിംഗിന് ഏതാനും മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് BJP-യുടെ ഈ ബ്രഹ്മാസ്ത്ര പ്രയോഗം. കഴിഞ്ഞ മാസം 12-ന് കോഴിക്കോട് നടത്തിയ വാർത്താ സമ്മേളനത്തിലായിരുന്നു LDF കൺവീനറായ ഇ.പി. ജയരാജൻ എം.ടി. രമേശ് അടക്കമുള്ള ചില BJP സ്ഥാനാർത്ഥികൾ മികച്ചവരെന്ന് അഭിപ്രായപ്പെട്ടത്. കേരളത്തിൽ പലയിടത്തും BJP-ക്ക് നല്ല സ്ഥാനാർത്ഥികളാണുള്ളത്. തിരുവനന്തപുരം, ആറ്റിങ്ങൽ, തൃശൂർ, കോഴിക്കോട് തുടങ്ങിയ മണ്ഡലങ്ങളിൽ മികച്ച സ്ഥാനാർത്ഥികളാണ് മത്സരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടത്തെ പോരാട്ടം LDF-ഉം BJP-യും തമ്മിലാകുന്നത്. കേരളത്തിൽ കോൺഗ്രസ് പ്രബല ശക്തി അല്ലാതെയായി മാറിയതാണ് മത്സരചിത്രം മാറാൻ കാരണമെന്നും ജയരാജൻ അഭിപ്രായപ്പെട്ടിരുന്നു. എല്ലാ സ്ഥലത്തും BJP-യുടേത് നല്ല സ്ഥാനാർത്ഥികളാണ്. തിരുവനന്തപുരത്ത് അവർ കേന്ദ്രമന്ത്രിയെയാണ് മത്സരിപ്പിക്കുന്നത്. ആറ്റിങ്ങലിലും കേന്ദ്രമന്ത്രിയാണ് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ മറ്റു പല മണ്ഡലങ്ങളിലും നല്ല സ്ഥാനാർത്ഥികളാണ്. തൃശൂർ എടുത്താൽ സുരേഷ് ഗോപിയുണ്ട്. സുരേഷ് ഗോപി പക്ഷേ അവിടെ ജയിച്ചു വരാനുള്ള സാധ്യതയൊന്നുമില്ല. കൺവീനർ ഇങ്ങനെയും അതിനെ വിശദീകരിച്ചിരുന്നു. അവർ നിർത്തിയിരിക്കുന്ന സ്ഥാനാർത്ഥികളിൽ പലരും പ്രമുഖ നേതാക്കളാണ്. കോഴിക്കോട്ട് എം.ടി. രമേശ് ഉണ്ട്. അവർ ഇത്തരത്തിൽ കരുത്തരായ സ്ഥാനാർത്ഥികളെ നിർത്തി മത്സരിപ്പിക്കുന്നു. ഇതിനായിരുന്നു രമേശിനുള്ള ജയരാജന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ്. പ്രസ്താവന വിവാദമായപ്പോൾ ജയരാജൻ മലക്കം മറിഞ്ഞിരുന്നു. ഇടത് സ്ഥാനാർത്ഥികൾക്ക് ജാഗ്രതയുണ്ടാക്കാനാണ് BJP സ്ഥാനാർത്ഥികൾ മികച്ചതെന്ന് പറഞ്ഞത് എന്നായിരുന്നു കൺവീനറുടെ ന്യായീകരണം. BJP-ക്ക് CPM ബോധപൂർവം സ്പേസ് ഉണ്ടാക്കി കൊടുക്കുകയാണ് ചെയ്തതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തിരിച്ചടിച്ചു. ഇടത് കൺവീനറുടെ പ്രസ്താവനയ്ക്ക് കോൺഗ്രസ് നേതൃത്വം വ്യാപക പ്രചാരണവും നൽകി. ജയരാജന്റെ ഈ പ്രസ്താവനയ്ക്ക് തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് ജയരാജനും തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖറും തമ്മിലുള്ള ബിസിനസ് ബന്ധത്തെക്കുറിച്ച് വിവരങ്ങൾ പുറത്തു വന്നത്. ജയരാജന്റെ ഭാര്യയും മകനും ചേർന്ന് കണ്ണൂരിൽ നടത്തുന്ന വൈദേകം ആയുർവേദ റിസോർട്ടിൽ രാജീവ് ചന്ദ്രശേഖറിന്റെ ഉടമസ്ഥതയിലുള്ള നിരാമയ റിസോർട്ട്സിന് ബിസിനസ് പങ്കാളിത്തമുണ്ടെന്ന് VD സതീശൻ തെളിവ് സഹിതം പുറത്തുവിട്ടതോടെ CPM-ഉം ഇടതുമുന്നണി കൺവീനറും പ്രതിരോധത്തിലായി. ഈ അന്തർധാര നിമിത്തമാണ് BJP സ്ഥാനാർത്ഥികൾ മികച്ചതെന്ന് ജയരാജൻ പറഞ്ഞതെന്നും കോൺഗ്രസ് ആക്ഷേപിച്ചു. രാജീവ് ചന്ദ്രശേഖറിന്റെ റിസോർട്ടുമായി ബന്ധമില്ലെന്ന് ആദ്യം ജയരാജൻ പറഞ്ഞെങ്കിലും തെളിവുകൾ പുറത്തു വന്നതോടെ ജയരാജനും രാജീവ് ചന്ദ്രശേഖറും ബിസിനസ് ബന്ധം സ്ഥിരീകരിച്ചു. അക്ഷരാർത്ഥത്തിൽ CPM പുലിവാല് പിടിച്ച സംഭവമായിരുന്നു ഇത്. ജയരാജനും രാജീവ് ചന്ദ്രശേഖറുമായുള്ള വ്യവസായ ബന്ധത്തെപ്പറ്റി CPM നേതൃത്വം വിശദീകരിക്കാൻ പോലും തയ്യാറായില്ല. ആരോപണങ്ങൾക്ക് ജയരാജൻ തന്നെ നേരിട്ട് മറുപടി പറയട്ടെ എന്ന സമീപനമാണ് പാർട്ടി സ്വീകരിച്ചത്. BJP ഉയർത്തുന്ന ഫാസിസ്റ്റ് വെല്ലുവിളികൾ ചെറുക്കാൻ ഇടതുമുന്നണിക്ക് കഴിയൂ എന്ന CPM-ന്റെ അവകാശവാദത്തിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു ജയരാജന്റെ വ്യവസായ ബന്ധവും BJP സ്ഥാനാർത്ഥികൾക്ക് നൽകിയ മികച്ച സ്വഭാവ സർട്ടിഫിക്കറ്റും. ഈ പ്രസ്താവനകൾക്ക് പിന്നാലെ LDF-ന്റെ പ്രചാരണങ്ങളിൽ നിന്ന് ജയരാജനെ ഏതാണ്ട് ഒഴിവാക്കിയ മട്ടായിരുന്നു. തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളുടെ തുടക്കത്തിലേറ്റ ക്ഷതം ഇടതുമുന്നണിയെ അവസാന ലാപ്പിലും വിടാതെ പിന്തുടരുന്നു എന്നതിന് തെളിവാണ് എം.ടി. രമേശിന്റെ നോട്ടീസ്. നന്ദി.